പൂരം അലങ്കോലമാക്കിയെന്ന വിവാദത്തിന് പിന്നാലെ സുരേഷ് ഗോപി പൂരപ്പറമ്പിൽ ആംബുലൻസ് എത്തിച്ചെന്നതിനെ ചൊല്ലി ഇപ്പോൾ പരാതി ഉയരുകയാണ്. ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസ് മറ്റാവശ്യത്തിന് ഉപയോഗിച്ചെന്ന് കാണിച്ച് അഭിഭാഷകനായ കെ സന്തോഷ് കുമാറാണ് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നപരിഹാരത്തിന് സുരേഷ് ഗോപി സേവനഭാരതിയുടെ ആംബുലൻസിലായിരുന്നു വന്നിറങ്ങിയത്. മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത മേഖലയിലേക്കാണ് ആംബുലൻസുമായി സുരേഷ് ഗോപി വന്നെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ആംബുലൻസ് ഉപയോഗിച്ചതെന്നാണ് ബി.ജെ.പി. നേതാവ് പറയുന്നത്. ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തുടക്കത്തിലെ തന്നെ ആവശ്യപ്പെട്ടു. റോഡിൽ മുൻഗണനയും നിയമത്തിന് ഇളവും ലഭിക്കുന്ന വാഹനമാണ് ആംബുലൻസ് എന്നത്. പരിഷ്കരിച്ച മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 നിലവിൽ വന്നതോടെ കാര്യങ്ങളിലാണ് മുൻഗണനയെന്ന് നേരത്തെ തന്നെ നിർവചിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ തന്നെ ഏതിനാണ് മുൻഗണനയെന്നും വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യജീവൻ രക്ഷിക്കാനും ആരോഗ്യത്തിന് ഗുരുതരമായി ഹാനി സംഭവിക്കുന്നത് തടയുന്നതിനോ തീ കെടുത്തുന്നതിനോ ആവശ്യമായ സേവനം തടസ്സപ്പെടാതിരിക്കാനുള്ള വാഹനങ്ങൾക്കാണ് പ്രത്യേക മുൻഗണന നൽകുന്നത്. സൈറൺ പ്രവർത്തിച്ചോ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിച്ചോ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ മുൻഗണന ലഭിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയും മുൻകരുതലോടെയും ചുവപ്പ് സിഗ്നലുകൾ മറികടക്കാനും വേഗപരിധി ലംഘിക്കാനും റോഡരികിലൂടെ വൺ വേക്ക് എതിർദിശയിലൂടെയുമെല്ലാം വാഹനം ഓടിക്കാനും നിലവിൽ അനുമതിയുണ്ട്.